പ്ലേസസ് വി വിസിറ്റഡ് ഇൻ പോണ്ടിച്ചേരി പാർട്ട് 2 പോണ്ടി മറീന ബീച്ച്. അവിടെ പോയപ്പോൾ ചെറിയ മഴ ഉണ്ടായിരുന്നു. റെയിൻകോട്ട് ഒക്കെ ഇട്ടിട്ടാണ് ബീച്ച് എൻജോയ് ചെയ്തത്. നമ്മൾ മഴയെ കുറ്റം പറഞ്ഞു, പിന്നെ കുറെ ചിരിച്ചും കളിച്ചും നടന്നു. അവിടെ നിന്ന് ഒരു ഫ്രൈഡ് റൈസും ചിക്കൻ നൂഡിൽസും കഴിച്ചു. അടിപൊളി സാധനം. ഇവിടുത്തെ മെയിൻ ആണ് ഫ്രൈഡ് റൈസ് എന്നാണ് നിത പറഞ്ഞത്. റോക്ക് ബീച്ച് നല്ല വെയിലായിരുന്നു റോക്ക് ബീച്ചിൽ പോയപ്പോൾ, അതുകൊണ്ട് മഴയുടെ പരാതിയൊക്കെ കഴിഞ്ഞു. റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് അതിന്റെ പരേഡൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി കൂടിയിരുന്നു ഇന്ന്. ഫ്രഞ്ച് കോളനി ഓർ വൈറ്റ് ടൗൺ. നടന്ന് കാണാനുള്ള ഏരിയ, നല്ല ഭംഗിയുള്ള വാൾസും ബോഗൻ വില്ലെ ചെടികളും ഒക്കെ ആയിട്ട് എസ്തെറ്റിക് വൈബ്, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. റോക്ക് ബീച്ചും ഫ്രഞ്ച് കോളനിയും അടുത്തടുത്താണ്. നമ്മൾ നല്ല എൻജോയ് ചെയ്ത് നടന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഈ കടയിൽ നിന്നാണ് കഴിച്ചത്. നമ്മൾ ഓരോരുത്തർ ഓരോ കളർ പിക്ക് ചെയ്ത് ഫോട്ടോ എടുക്കുന്ന ഗെയിം ഒക്കെ കളിച്ച് ഹാഡ് എ ഗുഡ് ടൈം ദർ. ഫ്രഞ്ച് കോളനിയിലെ ഒരു സൈഡിലാണ് ദ സ്പോട്ട് കഫേ. സ്വപ്നക്കൂട് സിനിമയിലെ മീര ജാസ്മിന്റെയും ഭാവനയുടെയും വീട്. അതിപ്പോ ഒരു കഫേയാണ്. കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ബട്ട് ആ തൂണും സ്റ്റെയർ കേസും ഒക്കെ അതന്നെ. പൃഥ്വിരാജ് ഇഷ്ടമല്ലടാ കളിച്ച സ്റ്റെയർ കേസ്. വാ, നൊസ്റ്റാൾജി അടിച്ചു. ഇവിടുത്തെ നല്ല ലാവിഷ് ആയിട്ട് ഫുഡ് കഴിച്ചു. ഡ്രിങ്ക്സ് തീരെ നല്ലതല്ലായിരുന്നു. ബട്ട് ഫുഡ് ഐറ്റംസ് കുഴപ്പമില്ല. ചിലവർക്ക് ഇഷ്ടമായി, ചിലവർക്ക് ഇഷ്ടമായില്ല. എനിക്ക് എന്തായാലും ഇഷ്ടമായി. ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിൽ പോയിരുന്നു, MG റോഡിൽ. ഈ MG റോഡ് എല്ലാ നാട്ടിലും ഉണ്ടല്ലേ. മിനിസോയിൽ പോയി, പിന്നെ സ്ട്രീറ്റിൽ നിന്ന് ഡ്രസ്സുകൾ വാങ്ങി. 200-നും 300-നും ഷർട്ട്സും ഷോർട്ട് കുർത്താസും ഒക്കെ കിട്ടി. അപ്പൊ ദാറ്റ്സ് ഇറ്റ് ഫോർ അവർ 2 days പോണ്ടിച്ചേരി ട്രിപ്പ്. ബൈ.